ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇരുമ്പമ്പുളി കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഇരുമ്പമ്പുളി നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരുപാട് പേർക്ക് അതറിയാവുന്നതാണ്. ഇരുമ്പമ്പുളിയുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് ചേർത്താൽ ഹാർപ്പിക്കിനേക്കാളും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇരുമ്പമ്പുളി ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനും കഴിയുന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. വീടും ഒപ്പം തന്നെ നമ്മുടെ ഫേസും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പേസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇരുമ്പമ്പുളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഇരുമ്പമ്പുളി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2 ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ 2 ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നത് ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ട് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനാണ്. മറ്റേത് നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ് ബൗളിലാക്കിയത് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫേസിലിടാനുള്ള ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ക്ലീനിങ്ങിനായി എടുത്തതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇരുമ്പമ്പുളിയിൽ നല്ല ആസിഡ് കണ്ടൻ്റ് ആണുള്ളത്. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഹാർപ്പിക്കിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് കിട്ടും. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒന്നാണ് ഫൈബറിൻ്റെ പ്ലേറ്റുകൾ. കുറച്ചുനാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ബാക്ക് സൈഡിൽ കളർ ചേഞ്ച് ആയിട്ട് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരാറുണ്ട്. അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇരുമ്പമ്പുളിയുടെ പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് പേസ്റ്റ് ആ ഒരു പ്ലേറ്റിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഫൈബറിൻ്റെ പ്ലേറ്റുകളായാലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഫൈബറിൻ്റെ പ്ലേറ്റുകൾ മാത്രമല്ല, നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ തുരുമ്പൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ചായപാത്രങ്ങളിനുള്ളിലെ ചായക്കറ, അതുപോലെ തന്നെ ഡൈനിങ് സെറ്റുകളുടെ എണ്ണമെഴുക്ക്, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ ഇരുമ്പമ്പുളി കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പേസ്റ്റ്. കൂടാതെ നമ്മുടെ വീടുകളിലുള്ള പൂജാപാത്രങ്ങൾ, ഗ്ലാസിൻ്റെ ഫർണിച്ചർ ഐറ്റംസുകൾ ഒക്കെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കോഫി മഗ്ഗാണ്. അതിനുള്ളിലുള്ള ആ കോഫിയുടെ കറയും ഒക്കെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഒക്കെ കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി വീട്ടിലുള്ള ഒട്ടുമിക്ക ഐറ്റംസുകളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നീറ്റായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഇനി ഇരുമ്പമ്പുളി കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇരുമ്പമ്പുളി ഉപയോഗിച്ചിട്ടുള്ള 1-2 റെസിപ്പീസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പമ്പുളി ഉപയോഗിച്ചിട്ട് മീൻകറിയുടെ ടേസ്റ്റിലൊരു കറി, മാത്രമല്ല ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ളൊരു തോരൻ, ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കാണാനായിട്ട് മറക്കരുതേ. സാധാരണ ഡിഷ് വാഷുകൾ യൂസ് ചെയ്തിട്ട് കയ്യിൽ അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ നാച്ചുറലായിട്ട് ഒരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമ്മുടെ ആ കൈയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ്സും നഷ്ടപ്പെടുകയില്ല. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഫൈബറിൻ്റെ പ്ലേറ്റ് എത്ര അടിപൊളിയായിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുതേ. പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ഇലക്ട്രോണിക് ഐറ്റംസുകളും ഈ ഒരു ഇരുമ്പമ്പുളിയുടെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് മിക്സിയാണ്. എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള മിക്സി ആണെങ്കിലും 1 ടേബിൾ സ്പൂൺ മാത്രം ഇരുമ്പമ്പുളിയുടെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടതൊരു ബ്രഷാണ്. ഈ ഒരു ബ്രഷ് ഞാൻ തീയിൽ കാണിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ആ മിക്സിയുടെ ഉള്ളിലേക്കൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഇരുമ്പമ്പുളിയുടെ പേസ്റ്റ് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള മിക്സി ആയാലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നനഞ്ഞ ഒരു തുണിയാണ്.
ഇങ്ങനെ തുടച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ മിക്സി ഒരു ബ്ലാക്ക് കളറിലായതുകൊണ്ട് അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവില്ല. വെള്ള കളറിലുള്ള മിക്സി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലീനായി കിട്ടുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാകുമായിരുന്നു. മിക്സി മാത്രമല്ല കേട്ടോ, ജാറും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ചട്നി ജാറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ലതുപോലെ തന്നെ അഴുക്കുണ്ടാവും. അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇരുമ്പുളിയുടെ പേസ്റ്റ് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എത്ര ഉളുമ്പ് മണമുള്ള മീനായാലും ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മൾ മീൻ എടുത്ത് വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ഇരുമ്പുളിയുടെ ഈ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ലാമ്പി കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഉളുമ്പിൻ്റെ സ്മെല്ലും കിഴുകിഴുപ്പും ഒക്കെ തന്നെ പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലെ സ്റ്റെയറിൻ്റെ കൈവരികൾ, ബാത്റൂമിൻ്റെ ഡോറ് ഒക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഗ്യാസ് സ്റ്റോപ്പാണ്. ഗ്യാസ് സ്റ്റോപ്പും ബർണറും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് ഇരുമ്പുളിയുടെ പേസ്റ്റ് ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ എത്ര എണ്ണമെഴുക്കുള്ള ഗ്യാസ് സ്റ്റോപ്പാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലതുപോലെ ഇരുമ്പുളിയുടെ പേസ്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി. ഗ്യാസ് സ്റ്റോപ്പ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബർണറും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ബാത്റൂമിനുള്ളിലെ വാൾ ടൈലും ഫ്ലോർ ടൈലുമാണ്. ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടൈലിനുള്ളിൽ നല്ലതുപോലെ തന്നെ അഴുക്കുണ്ട്. ഒരു കരിമൺ പോലെ കുത്തുപിടിച്ചിട്ടുള്ള അഴുക്കുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ടൈലിലേക്ക് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ ഒരൊറ്റ ടൈല് മാത്രമാണ് ഇപ്പം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ചുറ്റുമുള്ള ടൈലും ആ ഒരു ടൈലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ നല്ല രീതിയിൽ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ബാത്റൂമിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കപ്പും ബക്കറ്റുമാണ്. അതിനുള്ളിൽ ഒരു മെഴുമെഴുപ്പ് എപ്പോഴും കാണാറുണ്ട്. നമ്മൾ എത്ര ക്ലീൻ ചെയ്തെടുത്താലും അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഇരുമ്പുളിയുടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ബാത്റൂമിലെ ടൈൽസുകൾ മാത്രമല്ല, നമുക്ക് വാഷ് ബേസിനും അതുപോലെ തന്നെ കിച്ചൺ സിങ്കുമൊക്കെ ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 5 പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് വീട്ടിനുള്ളിലെ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇരുമ്പുളിയുടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇരുമ്പുളിയുടെ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒലിച്ചിറങ്ങാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് കയ്യിലിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ വെറുതെ പാഴായി പോകുന്ന ഇരുമ്പുളി ഉപയോഗിച്ചിട്ട് 5 പൈസ ചിലവില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.